ഹായ് ഗൈസ്, നിങ്ങൾ തംബ്നെയിലിൽ കണ്ടതുപോലെ ഞാനിന്നൊരു ബ്ലാക്ക് മാജിക് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ വിചാരിക്കും എനിക്കിത് തന്നെയാണ് പണിയെന്ന്. പക്ഷെ അങ്ങനെയല്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. കാരണം ഞാൻ ഈ ഇടയ്ക്ക് കുറച്ച് പിക്സും വീഡിയോസൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു റെഫറൻസ് പോലെ എനിക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണമെന്ന് തോന്നി. കാരണം ഞാൻ എൻ്റെ ചാനലിൽ തന്നെ ഞാൻ ഓജോ ബോർഡൊക്കെ ട്രൈ ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇനി കുറച്ച് ബ്ലാക്ക് മാജിക്കും കൂടി ചെയ്യാമെന്ന് തോന്നി. സോ ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം ആൻഡ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഞാൻ നല്ല ഇൻറ്റൻഷൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് തോന്നും പിന്നെ എന്തിനാണ് ഇതിനെ ബ്ലാക്ക് മാജിക് എന്ന് വിളിക്കുന്നതെന്ന്. ആക്ച്വലി 2 ടൈപ്സ് ഓഫ് മാജിക് ഉണ്ട്, വൈറ്റ് മാജിക് ആൻഡ് ബ്ലാക്ക് മാജിക്. ഈ വൈറ്റ് മാജിക് എപ്പോഴും നമ്മുടെ സോഷ്യൽ സർവീസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊരു നല്ല നേട്ടം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ബട്ട് ബ്ലാക്ക് മാജിക് നമ്മുടെ സെൽഫ് എംപവർമെൻറ്റിന് അല്ലെങ്കിൽ നമുക്കൊരു സെൽഫ് ബെനിഫിറ്റ്സിനെ ഫോക്കസ് ചെയ്തിട്ടാണ് ബ്ലാക്ക് മാജിക് ചെയ്യുന്നത്. ഇപ്പോൾ വൈറ്റ് മാജിക്കിൽ നമ്മൾ ഗോഡ്, ഏഞ്ചൽസ്, ലൈറ്റ് ഇവരെയൊക്കെയാണ് ബേസ് ചെയ്ത് നമ്മൾ പ്രേ ചെയ്യുന്നത്. ബട്ട് ബ്ലാക്ക് മാജിക്കിൽ നമ്മൾ ഡെവിൽ, സാത്താൻ, ഡാർക്ക് തീമിലാണ് ബ്ലാക്ക് മാജിക് ചെയ്യുന്നത്. സോ അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. ആൻഡ് വൈറ്റ് മാജിക് യൂഷ്വലി സോഷ്യലി നല്ല അക്സെപ്റ്റബിൾ ആണ്, ബട്ട് ബ്ലാക്ക് മാജിക് അത്രയും സോഷ്യലി അക്സെപ്റ്റബിൾ അല്ല. ഓക്കെ, നമുക്കിനി ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണെങ്കിൽ ഇത് നിങ്ങൾ ആരെയും ഹാം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ എടുക്കരുത്. ഞാൻ ചെയ്യുന്ന പോലെ വേണമെങ്കിൽ നിങ്ങൾക്ക് സെൽഫ് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റിൽ നിങ്ങൾ കണ്ടിട്ട് പോയിക്കോളൂ. ഐ റിപ്പീറ്റ്, ഡു നോട്ട് ട്രൈ ദിസ് അറ്റ് ഹോം. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഞാനൊരു വീഡിയോയിലൊക്കെ കണ്ട റെഫറൻസാണ്. അപ്പോൾ ശരിക്കും ഞാൻ ഭയങ്കര എക്സ്പേർട്ടൊന്നുമല്ല. സോ ആ ഒരു റെഫറൻസ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഒരു കറുത്ത ചരട്, പിന്നെ കുറച്ച് കുഞ്ഞു വിളക്ക്, മഞ്ഞത്തുണി, പിന്നെ ഒരു നാരങ്ങ, ഒരു മിറർ, ഇതൊക്കെയാണ് അവരെടുത്തിട്ടുണ്ടായിരുന്നത്. അതിനുശേഷം ഒരു ഡോൾ പോലത്തെ ഒരു സാധനം നമുക്ക് വേണം. അപ്പം നമ്മുടെ കയ്യിൽ പഴയ ഒരു ഡോൾ ഉണ്ടെങ്കിൽ നമുക്ക് അതെടുക്കാം. അപ്പോൾ അതെൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു ഡോൾ മേക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്നുമില്ല, ഒരു മഞ്ഞ തുണിയിൽ കുറച്ച് വൈക്യൂല് ഫില്ല് ചെയ്തിട്ട് അതൊരു ജസ്റ്റ് ഒരു ഹെഡ് പോലെയും പിന്നെ ഒരു ബോഡി പോലെയൊക്കെ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത് എന്തിനാണെന്ന് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും ഇത് നമ്മുടെ ഒരു ഈവിൽ ഐസൊക്കെ, ഇപ്പം നമുക്ക് കിട്ടേണ്ട ഈവിൽ ഐസൊക്കെ നമുക്ക് ആ ഡോളിലായിട്ട് മാറ്റാം. ലൈക്ക് നമ്മുടെ ഒരു പ്രതീകം പോലെ നമുക്കിത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് ഞാൻ കണ്ടത്. അപ്പോൾ എന്തായാലും ഞാനിപ്പോൾ ട്രൈ ചെയ്ത് നോക്കുകയാണല്ലോ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്നിങ്ങനെ മേക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. ഇപ്പം നമുക്ക് വരുന്ന നെഗറ്റീവ് എനർജി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റിവിറ്റി ഉണ്ടെങ്കിൽ ഈ ഡോളിലേക്ക് നമ്മൾ എടുത്തിട്ട് ഇതിനെ നമ്മൾ നശിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനേക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അല്ലാണ്ട് ആരെയും ഹാം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കരുത്. പിന്നെ ഇതിൽ ഫേസിൻ്റെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കരിവെച്ച് കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ കണ്ട റെഫറൻസിലാണെങ്കിൽ ഇപ്പോൾ ഇതിൽ ഫോട്ടോയാണ് വെച്ച് പിൻ ചെയ്ത് കൊടുക്കുന്നത് ഹെഡിൻ്റെ പൊസിഷനിൽ. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഞാൻ ജസ്റ്റ് കണ്ണും മൂക്കൊക്കെ ഇങ്ങനെ വരച്ചാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ റെഡിയാക്കിയതിന് ശേഷം നമുക്ക് കളം വരച്ചു കൊടുക്കണം. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ അരിപ്പൊടി ഉപയോഗിച്ച് ഒരു 6 ഫേസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റാറാണ് വരയ്ക്കുന്നത്. അപ്പോൾ ഞാൻ കണ്ട ഓൾമോസ്റ്റ് എല്ലാ റെഫറൻസിലും ഇങ്ങനത്തെ ഒരു കളമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഒന്നുകിൽ ഇത് നൂല് വെച്ചിട്ട് ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യാം. അതിനുശേഷം ആ 6 കോർണേഴ്സിലും നമ്മൾ ഒരു കുഞ്ഞു വിളക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണം. അപ്പോൾ എൻ്റെ വീഡിയോസ് കൂടുതലും കൊച്ചുകുട്ടികളാണെന്ന് തോന്നുന്നു കാണുന്നത്. അപ്പോൾ അവരാരും ഇങ്ങനെ ഒറ്റയ്ക്കൊന്നും ഇത് ട്രൈ ചെയ്ത് നോക്കരുത്. അങ്ങനെ ഞാനിപ്പോൾ 6 വിളക്കും 6 കോർണേഴ്സിലായിട്ട് കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും ഇതിന് ശേഷം നമ്മുടെ ഈ നടുക്കുള്ള പോർഷനിലാണ് നമ്മുടെ ആ ഡോൾ വെച്ചിട്ട് പിന്നെ നമ്മുടെ ബാക്കി ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നത്. പാവ വയ്ക്കുമ്പോൾ തന്നെ ഇത്തിരി അണഞ്ഞു പോകുന്നത് കാണാം. കാരണം ഒരു നെഗറ്റീവ് എനർജി ഓൾറെഡി ഇവിടെ തന്നെ ഉണ്ടെന്നാണ് അതിനർത്ഥം. കത്തിച്ചു കൊടുക്കാം നമുക്ക്. നമ്മൾ ആ തുണി ഉപയോഗിച്ചുണ്ടാക്കിയ പാവയിൽ നമ്മുടെ ആവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ മന്ത്രം പറയാം. പക്ഷെ ആ മന്ത്രം പറയുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഒരു കാര്യം ചെയ്യണം. അപ്പോൾ അതും മന്ത്രവുമായിട്ട് നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒരു നോട്ട് കേഴ്സാണ്. ഇതിൽ നമ്മൾ ഒരു കറുത്ത ചരട് എടുക്കുന്നു. അതിനുശേഷം മന്ത്രം പറയുമ്പോൾ ഇതിൽ ഓരോ തവണ ഇങ്ങനെ കെട്ടിട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ആക്ടിവിറ്റി. ദ സ്പെൽ ഹാസ് ബിഗൻ. യുവർ ബർത്ത്സ് കം ട്രൂ. സോ സ്മോൾ ഇറ്റ് ബി. The power is stored. The curse is alive. You're God forsaken. എടാ കണ്ടൂട്രാ, അവിടെ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വെക്കണതിന് ഈക്വൽ അല്ലേ എടാ. Seal your fate and at last the vengeance is mine. ഓക്കെ, അപ്പോൾ നമ്മുടെ കേഴ്സ്, നമ്മുടെ മന്ത്രങ്ങളെല്ലാം പറഞ്ഞ നോട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അടുത്ത സ്റ്റെപ്പ്, ഈ നോട്ട് നമ്മൾ കണ്ണടച്ചിട്ട് ഇതിലേതെങ്കിലും ഒരു ദീപത്തിലിടണം. നമുക്കിതിലേതെങ്കിലും ഇടാം. വീണിരിക്കുന്നത്. അപ്പോൾ നമുക്ക്
ഈ വിളക്കിനുള്ളിലേക്ക് ഇതിട്ട് കത്തിക്കാം. ഓക്കെ, ഇനി അടുത്ത പരിപാടി ഒരു മാറ്റ് സ്റ്റിക്സ് വെച്ചിട്ടുള്ള ഒരു സൈൻ റീഡിംഗ് ആണ്. നമുക്കതും കൂടെ ചെയ്യാം. അങ്ങനെ ഈ ഒരു ആക്ടിവിറ്റി ഞാനൊരു റെഫറൻസ് കണ്ടതാണ്. ഒരു സൈൻ ബോർഡ് ഉണ്ട്, അതിൽ നമ്മളിങ്ങനെ മാറ്റ് സ്റ്റിക്ക് ഇങ്ങനെ കുലുക്കിയിട്ടിട്ട് ആ ഒരു സൈൻ വെച്ച് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഇതാണത്. ഒന്നിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ക്രോസ് ആയിട്ട് കിടക്കുന്നത് മണിയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോ നമുക്കതും സൈൻ റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഡോൾ മേക്ക് ചെയ്തപ്പോഴത്തേക്ക് മനസ്സിലൊരു ആഗ്രഹം വിചാരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ മാറ്റ് സ്റ്റിക്ക് അതിൻ്റെ ഒരു ആക്ടിവിറ്റി ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും എനിക്കതിൽ മണിയാണ് ഒരു സൈനായിട്ട് കണ്ടത്. അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ച ആഗ്രഹവും മണിയുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആയിരിക്കാം, അതുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു സൈൻ തന്നത്. സോ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പായിട്ട് ഞാൻ കണ്ടത്, ഇപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചൊരാഗ്രഹം നമ്മൾ ഇതുപോലെ ഒരു വെള്ള പേപ്പറിൽ അത് എഴുതണം. അതിനുശേഷം അതിൽ ഒരു വിളക്ക് വെച്ചിട്ട് ഈ നമ്മൾ എഴുതിയ പേപ്പർ നമ്മൾ കത്തിച്ച് കളയണം. ആൻഡ് അത് നമ്മളിത് കംപ്ലീറ്റ് ആയിട്ട് കത്തിച്ച് കളയാൻ പാടില്ല. ഇതിൻ്റെ ആഷ് നമുക്ക് കളക്ട് ചെയ്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് കത്തിച്ചതിന് ശേഷം ബാക്കി അണച്ചിട്ട് അതിൻ്റെ ആഷ് എടുത്ത് നമ്മളൊരു ചെറിയൊരു ടിന്നിലോ എന്തിലെങ്കിലും നമ്മളത് കളക്ട് ചെയ്യണം. അപ്പോൾ ഞാനത് കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും ആഷാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ആഷ് കളക്ട് ചെയ്തിട്ടുള്ള ഇതിൽ തന്നെ നമുക്ക് ബ്ലഡ് ഡ്രോപ്പ് ചെയ്യാം. ബ്ലഡ് കാണണ്ടല്ലോ അല്ലേ, ബ്ലഡ് വരുന്നുണ്ട്. നമുക്കിതിലേക്ക് ഡ്രോപ്പ് ചെയ്യാം. ഓക്കെ, നമ്മൾ ബ്ലഡും കളക്ട് ചെയ്തിട്ടുണ്ട്. ഈ കളക്ട് ചെയ്ത ആഷിനെ നമ്മളൊരു വെള്ളം ഉപയോഗിച്ച് അതിനൊന്ന് ഡിസോൾവ് ചെയ്തെടുക്കാൻ പോവുകയാണ്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട വെള്ളമാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഈ ആഷ് കൊണ്ടുണ്ടാക്കിയ ലിക്വിഡ് വെച്ച് ഈ വിളക്കുകൾ അണയ്ക്കാം. അപ്പോൾ നമ്മൾ ഒരുവിധം സ്റ്റെപ്സൊക്കെ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ആ ഒരു ജോലിയും കൂടെയാണ് ബാക്കിയുള്ളത്. ഇതൊന്നെങ്കിൽ കത്തിച്ച് കളയണം, അല്ലെങ്കിൽ കുഴിച്ചിടണം. കുഴിച്ചിടുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പിന്നെ ഇതൊരിക്കലും ഇത് പുറത്ത് പൊങ്ങി വരാം കേട്ടോ ആ സൗണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊരിക്കലും പിന്നെ ഇത് വരാത്ത രീതിയിൽ വേണം കുഴിച്ചിടേണ്ടത്. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് കത്തിച്ച് കളയാൻ തീരുമാനിച്ചിരിക്കുകയാണ്.